ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം മീൻപിടിപ്പാറയിലോട്ടാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊല്ലത്ത് കൊട്ടാരക്കര ഗ്രിഗോറിയൽ കോളേജിൻ്റെ അടുത്തായിട്ടാണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. ഇവിടെ ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് വലിയവർക്ക് 20 രൂപയും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റിൻ്റെ ചാർജ്. മീൻപിടിപ്പാറയുടെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു മീനിൻ്റെ വലിയൊരു പ്രതിമ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ കാർ പാർക്കിംഗ് സൗകര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കും കാര്യങ്ങളും എല്ലാം തന്നെ നല്ലതുപോലെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് വലിയവർക്കും കുട്ടികൾക്കുമെല്ലാം കുളിക്കാനായിട്ടുള്ള സൗകര്യവും ഡ്രസ്സ് മാറാനുള്ള സൗകര്യവും ഫുഡ് കൊണ്ടുവന്ന് കഴിക്കുന്നതിനായിട്ടുള്ള സൗകര്യങ്ങളും എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം നമ്മൾ കയറി ചെല്ലുന്ന ഭാഗമാണ്. ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് പ്രവേശിക്കുന്ന ഭാഗമാണ് ഈ കാണിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നതായിരിക്കും. പണ്ട് കാലത്ത് ഇവിടെ ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്ന കുളമായതുകൊണ്ടാണ് ഇവിടെ മീൻപിടിപ്പാറ എന്ന് പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. അകത്തോട്ട് പ്രവേശിക്കുന്ന സമയത്ത് ഇതൊരു വലിയൊരു പാർക്കാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തൂക്കുപാലം വന്നിട്ടുണ്ട്. തൂക്കുപാലത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുക്കാനും വെള്ളച്ചാട്ടം ആസ്വദിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നടന്നു പോകുന്ന വഴിയിലൂടെ എല്ലാം തന്നെ പൂച്ചെടികളും കാര്യങ്ങളും മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശാന്തമായ അന്തരീക്ഷമാണ്. ശാന്തമായ അന്തരീക്ഷവും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും മനോഹരമായ കാഴ്ചകളുമാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഫാമിലി ആയിട്ടും കൂട്ടുകാർക്കും എല്ലാം തന്നെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മനോഹരമായ ഒരു പ്ലേസാണ് കേട്ടോ മീൻപിടിപ്പാറ. മീൻപിടിപ്പാറയുടെ ചുറ്റും തന്നെ കാടും റബ്ബർ തോട്ടങ്ങളും കാടും വനപ്രദേശങ്ങളും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണലും കാറ്റും എപ്പോഴും അനുഭവപ്പെടുന്നതായിരിക്കും. നല്ലൊരു തണുപ്പും നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. കാണാൻ തന്നെ കണ്ണിന് നല്ല കുളിർമയേകുന്ന കാഴ്ചയാണ് മീൻപിടിപ്പാറയിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് അരുവിനൂടെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് തന്നെ നമുക്ക് വെള്ളച്ചാട്ടം ആസ്വദിക്കാനായിട്ട് നല്ലതുപോലെ കഴിയുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്തായിട്ടാണ് പാർക്ക് വന്നിരിക്കുന്നത്. ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുക്കുന്നതിനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലൂടെ നമ്മൾ നടന്നു പോകുന്ന വശത്ത് തന്നെ ഒരുപാട് കൈവരികൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് വെള്ളച്ചാട്ടം നല്ലതുപോലെ ആസ്വദിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും. ഇവിടെ നിന്നും ഉള്ളിലോട്ട് നടന്നു പോകുന്നതിനായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും തന്നെ ഒരുക്കിയിട്ടുണ്ട്. നടന്നു പോകുന്ന വഴി കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇത്.
ചുറ്റിനും പൂച്ചെടികൾ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇത് കുഞ്ഞുകുട്ടികളുടെ പാർക്കാണ്. ഇത് ഞങ്ങൾ രാവിലെ ചെന്നതുകൊണ്ടാണ് ഇവിടെ ആൾ കുറവായിട്ട് തോന്നിക്കുന്നത്. ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴത്തേനും നല്ല തിരക്കുണ്ടായിരുന്നു. നട്ടുച്ച സമയത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാലും ഇവിടെ വെയിൽ അനുഭവപ്പെടാറില്ല. കാര്യം ചുറ്റിനും വനപ്രദേശം ആയതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഉച്ച സമയത്ത് ചെന്നാലും തന്നെ നമുക്ക് ആ ചൂടോ കാര്യങ്ങളോ ഒന്നും തന്നെ അനുഭവപ്പെടാറില്ല. നല്ലൊരു ഫീലായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. മനസ്സിന് തന്നെ നല്ലൊരു കുളിർമയാകുന്ന കാഴ്ചകളാണ് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നിന്നും ഒരുപാട് ഉള്ളിലോട്ട് നടന്നു പോകുന്നതിനായിട്ട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നടന്നു പോകുന്ന വഴി തന്നെ നമുക്ക് വെള്ളച്ചാട്ടം ആസ്വദിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല മനോഹരമായ കാഴ്ചയായിരിക്കും. ഇവിടെ നിന്ന് നടന്നു പോകുന്ന ഭാഗത്തായിട്ട് താഴോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വഴി ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു വശത്തൂടെ നമ്മൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോവുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് ചെല്ലാനായിട്ട് കഴിയും. പിന്നെ അവിടെ കുളിക്കാനും ഫുഡ് കഴിക്കാനുമുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവിടെ തന്നെയുണ്ട്. ഇതുവരെ ഇവിടെ വന്നിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് വരികയും കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്ന് വന്ന് കാണുന്നത് നല്ലതായിരിക്കും.
എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്ന് വന്ന് കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഒട്ടും തന്നെ സമയം നഷ്ടമാവില്ല. എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു പ്ലേസാണ്.